നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിലെ 6ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റോൾ ഓഫ് ന്യൂ സോഷ്യൽ മീഡിയ ഇൻ പൊളിറ്റിക്സ്. രാഷ്ട്രീയത്തില് സോഷ്യൽ മീഡിയയുടെ റോള്, അതാണ് നവമാധ്യമങ്ങളുടെ റോള് രാഷ്ട്രീയത്തിൽ. ഇതാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റോൾ ഓഫ് ന്യൂ സോഷ്യൽ മീഡിയ ഇൻ പൊളിറ്റിക്സ്. എന്താണ് സോഷ്യൽ മീഡിയ? സാമൂഹ്യ മാധ്യമം എന്നതുകൊണ്ട് ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ആപ്ലിക്കേഷനുകളും പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ഉള്ള മാധ്യമങ്ങളെ, മീഡിയയാണ് ഇതില് സോഷ്യൽ മീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആധുനിക നവ മാധ്യമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലൂടെ വ്യക്തികള്, സംഘടനകൾ, അതുപോലെ രാഷ്ട്രീയ കക്ഷികള്, ഇവരൊക്കെ അവരുടെ വാർത്തകള്, അഭിപ്രായങ്ങള്, ആശയങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ മാധ്യമങ്ങളെ, നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിള് നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, അതുപോലെ വാട്സാപ്പ്, യൂട്യൂബ്, ടെലഗ്രാം, ത്രെഡ്സ്, ഒക്കെ ഇങ്ങനെയുള്ള പല ആപ്പുകൾ ഉണ്ടല്ലോ. ഇത്തരം ആപ്പുകളൊക്കെ നമ്മൾ നവമാധ്യമങ്ങൾ എന്ന പരിധിയിൽ പെടുത്താവുന്നതാണ്. ഇനി നവമാധ്യമങ്ങളുടെ രാഷ്ട്രീയത്തിലെ പങ്ക് എന്താ? അതാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ യൂണിറ്റ് ആണ്. അപ്പൊ നവമാധ്യമങ്ങളുടെ പങ്ക് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സബ്ജക്ട് ഇവിടെ അവസാനിക്കുന്നത്. നമുക്ക് 6ാമത്തെ ലാസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഒന്നാമത്തേത്, ഇതൊരു പ്രചാരണത്തിനുള്ള പ്ലാറ്റ്ഫോം ആണ്. കാര്യങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിൽ അവരുടെ നയം, അതുപോലെ നേതാക്കൾക്കാണെങ്കിൽ അവരുടെ പ്രസംഗങ്ങള്, വ്യക്തികൾക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ തൽക്ഷണം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു മികച്ച മാർഗമാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ ചെലവില് ഒരു വൈഡായിട്ട് ബഹുജനങ്ങളിലേക്ക് വളരെ വൈഡായിട്ട് എത്തിച്ചേരാൻ പറ്റും. എല്ലാവരും ഇന്നൊക്കെ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരൊന്നും ആരുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വൈഡ് റേഞ്ച് കവറേജ് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത്. ഇനി ജനാധിപത്യത്തില് ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താന്, അത് വർദ്ധിപ്പിക്കാനും ഒക്കെ സോഷ്യൽ മീഡിയയ്ക്ക് വളരെയേറെ എളുപ്പമാണ്. നവമാധ്യമങ്ങൾ അത് വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയാന്, നേതാക്കളെ ചോദ്യം ചെയ്യാന്, അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താനൊക്കെ ഇതില് അവസരങ്ങളുണ്ട്. വോട്ടർമാരെ സ്വാധീനിക്കാനും വോട്ട് ചോദിക്കാനൊക്കെ ഇന്ന് നവമാധ്യമങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കാര്യങ്ങള്, അപ്പീലുകളും അതുപോലെ തന്നെ മെസ്സേജുകളും ഒക്കെ നമുക്ക് ഈ ഇലക്ഷൻ സമയത്തൊക്കെ സ്ഥാനാർത്ഥികളെ വോട്ട് അഭ്യർത്ഥനയൊക്കെ നമുക്ക് ഈ രീതിയിൽ കേൾക്കാറുണ്ട്. സോഷ്യൽ മീഡിയ വഴി നമ്മൾ വരുന്നു. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫേക്ക് ന്യൂസും ദുഷ്പ്രചരണങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ സമൂഹ മാധ്യമങ്ങളുടെ സത്യമല്ലാത്ത കാര്യങ്ങൾ, അതുപോലെ പെർവേർട്ടഡ് ട്രൂത്ത്, വളച്ചൊടിച്ച സത്യങ്ങൾ, അർത്ഥ സത്യങ്ങളൊക്കെ വല്ലാതെ ആളുകളിലേക്ക് എത്തിക്കുകയും അത് സത്യമാണെന്ന് ധരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ആളുകളെ അത് മോശമായ രീതിയിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ആളുകളിലേക്ക് എത്തുമെന്നത് കൊണ്ട് ഒരു ദുഷ്പ്രചരണം ഉണ്ടായാൽ നിമിഷങ്ങൾക്കകം, വിത്തിൻ സെക്കൻഡ്സ് അത് ആളുകളിലേക്ക് എത്തുകയും അതെല്ലാവരും അതങ്ങ് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്ന, ആളുകളുടെ ജീവിതം പോലും ഇല്ലാതാവുന്ന, ജീവൻ പോലും ഇല്ലാതാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പ്രതിപക്ഷത്തിനും ജനങ്ങൾക്കും ഒക്കെയുള്ള ഒരു ശബ്ദവേദിയായിട്ട് ഈ സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ നേതാക്കൾക്ക് അവരുടെ കാര്യങ്ങൾ ജനങ്ങളുമായിട്ട് സംവദിക്കാനൊക്കെ ഇത് സാധിക്കുന്നു. അതുപോലെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. നമുക്ക് തുറന്ന വിമർശനങ്ങൾക്കും സുതാര്യമായിട്ടുള്ള കാര്യങ്ങൾക്കും പബ്ലിക് ഡിബേറ്റ്സിനും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയക്ക് ഉണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടും സോഷ്യൽ മീഡിയ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.